ഇതുവരെ എന്തുകൊണ്ട് അത് അങ്ങനെ ഒരു വനിതാ പ്രസിഡന്റ് ഡിവൈഎഫ്ഐക്ക് ഉണ്ടായില്ല എന്നുള്ളത് അത്ഭുതകരമായൊരു ചോദ്യമാണ്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ഇത്രയധികം യുവാക്കളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയ്ക്ക് എന്തുകൊണ്ടൊരു വനിതാ പ്രസിഡന്റ് ഇതുവരെ ഉണ്ടായില്ല സംസ്ഥാനത്ത്. അപ്പോൾ പക്ഷേ SFIക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് താനും. അപ്പോൾ അതൊരു വലിയ ചോദ്യമാണ്. അതെന്തായാലും ഇപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടു, അത് വന്നു എന്നുള്ളതാണ്. ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ തീർച്ചയായിട്ടും ചിന്ത ജെറോമിന് അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു കരുത്തും കാര്യങ്ങളും അവരുടെ ഒരു ഇത്രയും കാലത്തെ ഈ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് അത് സാധിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ട ഇതിലും പ്രധാനമായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ ഒരു വഴിക്ക് അങ്ങ് പോകട്ടെ, അതിനെ വലിയ കാര്യമാക്കേണ്ടതില്ല. ഞാൻ പറയുന്നത് ചിന്ത ജെറോം എങ്ങനെയായിരിക്കണം, ചിന്ത ജെറോം എന്താണ് ഇനി തെളിയിക്കാനുള്ളത് എന്നുള്ള വലിയ ചോദ്യമാണ്. കാര്യം അവരൊരു സംഘടനയുടെ പ്രസിഡൻ്റ് ആയതുകൊണ്ട് മാത്രം അവരുടെ മേലാണ് എല്ലാ ഉത്തരവാദിത്വം ആ സംഘടനയുമായി ബന്ധപ്പെട്ടത് എന്നില്ല. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജിങ് അവരിൽ നിന്നാണ് ആ സംഘടനയുടേതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരും വിജയനും ചേർന്നിട്ടുള്ള ആ നേതൃത്വം എങ്ങനെയാണ് നാട്ടിലെ യുവജനങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, അവരെന്ത് വിഷയത്തിലാണ്, എങ്ങനെയാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ ഉയർന്നു വന്ന അഭിപ്രായങ്ങളെക്കുറിച്ച് വന്ന വാർത്തകളനുസരിച്ച് അവരുടെ എന്താ പറയുക ഡ്രസ്സിങ് രീതി ഉൾപ്പെടെ പുതിയ തലമുറയെ ആകർഷിക്കുന്ന രീതിയിലാവണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞു. അതിനുവേണ്ടി എന്തെങ്കിലും വേഷം കിട്ടണം എന്നല്ല ഞാൻ പറയുന്നത്. എവിടെയാണ് അവർ ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്? നമ്മുടെ നാട്ടിലെ യുവജനങ്ങളുമായിട്ട് അവർ ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് എവിടെയാണെന്ന് സ്വയം തിരിച്ചറിയാൻ അവർക്ക് കഴിയണം. അവരുടെ ഭാഷയിലാണോ, അവരുടെ ശരീരഭാഷയിലാണോ, അവർ ഏറ്റുപിടിക്കുന്ന വിഷയങ്ങളിലാണോ, എന്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് കറക്റ്റ് ചെയ്യാനും അതൊരു പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ച മറ്റ് രണ്ട് വിഷയങ്ങളിൽ നമ്മൾ സംസാരിച്ചതുപോലെ ഒരു പുതിയ ഇന്ത്യയിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തൊക്കെയായിരിക്കണം നമ്മൾ നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടത്, ആശയങ്ങൾ എങ്ങനെയായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. ഇപ്പോൾ കേവലമായ നമ്മുടെ നാട്ടിൽ ഇതുവരെയും ഡിവൈഎഫ്ഐയിൽ നമ്മൾ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ഈ LDF UDF ആ പൊളിറ്റിക്സിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടല്ലാതെ അവർ സംസാരിക്കാറില്ല. ആവശ്യമില്ലാത്തതിനെ മുഴുവൻ എതിർക്കുക, അല്ലെങ്കിൽ ഇപ്പുറത്തായതുകൊണ്ട് മാത്രം എതിർക്കുക എന്നുള്ളൊരു നിലപാടെടുക്കുക. അപ്പോൾ അതിനി അങ്ങനെ വേണോ? അതാണോ ശരിക്കും യുവജനങ്ങളുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്താണ്? അതൊക്കെ അവർ പഠിക്കണം. ഞാൻ പറയുന്നത് ചിന്തയ്ക്കും അതുപോലെ തന്നെ വിജനും ഏറ്റവും നല്ല സമയമാണ് ഇത് പഠിക്കാനൊക്കെയാണ്. അവർ മുന്നിൽ കാണേണ്ട നേതൃത്വങ്ങൾ ആരുടെയൊക്കെയാണ്? അവർ കാണേണ്ടത് രാഹുൽ ഗാന്ധിയുടെ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഈ സംസാരിച്ച വിഷയം അത് ലെഫ്റ്റിൽ നിന്ന് ഒരാളുണ്ടായിക്കഴിഞ്ഞാൽ അയാളെയും അതേപോലെ മനസ്സിലാക്കണം. സീതാറാം യെച്ചൂരിയെ പഠിക്കണമായിരുന്നു. അവർ പഠിക്കണം. ഞാൻ ഇപ്പോഴും പറഞ്ഞു, സീതാറാം യെച്ചൂരിയെ പഠിക്കണം, രാഹുൽ ഗാന്ധിയെ പഠിക്കണം, നേഹ ബോറയെ പഠിക്കണം, ഐഷി ഘോഷിനെ പഠിക്കണം. ഇത് പേരുകളല്ല. ഞാൻ പറയുന്നത് വെച്ചാൽ അവർ ഈ സന്ദർഭങ്ങളിൽ, ഈ ചരിത്ര സന്ദർഭങ്ങളിൽ അവർ തെളിയിച്ച കാര്യങ്ങളുണ്ട്. അവരുടെ ഒരു നേതൃ തലത്തിൽ നിന്നുകൊണ്ട് അവർ തെളിയിച്ച കാര്യങ്ങളുണ്ട്. അത് ജനം അതിൽ ആകൃഷ്ടരായി. അവരത് ഇപ്പോൾ നേഹ ബോറ ഒരു സ്ഥലത്ത് ചെല്ലുക, സംസാരിക്കുക എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു താല്പര്യവും ഒരു സംഗതി ഉണ്ടല്ലോ. അത് എങ്ങനെ ഉണ്ടാകുന്നു? അത് വളരെ ഭയങ്കരമായ ഹോംവർക്കിൻ്റെയും എക്സസൈസിൻ്റെയും ഒരുപാട് ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ്, പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയൊക്കെ വേണം. അല്ലാതെ ഇതിപ്പോൾ ഞാൻ സ്ഥാനം ഏറ്റെടുത്തു, നാളെ തൊട്ട് എനിക്ക് പൂക്കി സതീശനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് അടിക്കുക, അതാണ് എൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർന്നു. അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഇപ്പോൾ റിയാസിനെതിരായിട്ടുള്ള അന്വേഷണം നടക്കുന്നു, അതിനെതിരെ ഞാൻ കുറേ പ്രസ്താവന ഇറക്കുക, അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് വിചാരിച്ച് തീർന്നു. ഞാൻ പറഞ്ഞത് അതൊന്നും ചെയ്യേണ്ടെന്നല്ല, അതൊക്കെ അവർ ചെയ്തോട്ടെ, അതൊക്കെ അവരുടെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അവർ കാണേണ്ടത് ഈ യുവജനതയുടെ മനസ്സിൽ എന്താണ് ഈ കാലഘട്ടത്തിൽ, അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സറിഞ്ഞ് അത് പഠിച്ച് അവർ അതിനനുസരിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ രീതി അവരുണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അത് ചിന്തയ്ക്ക് ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് അവർക്ക് സാധിക്കേണ്ടതാണ്. അവർ നല്ല കമ്മ്യൂണിക്കേറ്ററൊക്കെയാണ്. പറയുന്ന കാര്യങ്ങളിൽ പലതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് കുറേ കൂടി ബോധ്യത്തോടെ കുറേ കൂടി പഠിച്ച് മനസ്സിലാക്കിയെടുത്ത് അവർ സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സാധിക്കും എന്നാണ്. ഇപ്പോൾ വന്നു കയറിയ ഉടനെയുള്ള ഈ നെഗറ്റീവ് അവരോടുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ ഞാൻ പൂർണ്ണമായും നിരാകരിക്കുകയാണ്. അത് വളരെ മോശമാണ്.